ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിപ്പോൾ ക്രിസ്മസിന് തലേദിവസമുള്ളൊരു വീഡിയോ കേട്ടോ. ഈ ചെറിയൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ അത് വൈകുന്നേരം തന്നെ രാവിലെ തൊട്ട് നല്ല കാറ്റായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ നല്ല ശക്തമായ കാറ്റാട്ടോ. നല്ല കപ്പയുടെ ഇലയൊക്കെ ആടി ഉലഞ്ഞ് നല്ല എന്താ പറയുക, ഭയങ്കരമായിട്ട് കാറ്റായിരുന്നു. തുണിയൊക്കെ ഭയങ്കരമായിട്ട് പറന്നു പോകുമായിരുന്നു കേട്ടോ. പറന്നു പോയി നിലത്തൊക്കെ പോയി അതൊക്കെ എടുത്തു വെച്ചു. പിന്നെ ക്രിസ്മസിന് പെട്ടെന്ന് തപ്പൽ വരുന്നുണ്ട്. ക്രിസ്മസിന് കള്ളപ്പവും പന്നിക്കറി ഉണ്ടാക്കാമെന്നായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം പന്നിയൊക്കെ പോർക്ക് കഴുകി വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് രാവിലെ ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വൈകുന്നേരം പൊന്നൂസ് നടക്കാനൊക്കെ ഇറങ്ങി. അവൾ പനിക്കൂർക്കയുടെ ഇല കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടിയല്ല കേട്ടോ, അത് തിന്നുകൊണ്ടിരിക്കും. നല്ല അടിപൊളി കാറ്റാണ്. മുറ്റത്തുനിന്ന് അവൾ കയറിയില്ല കേട്ടോ, കുറേ നേരമായി വീട്ടിൽ നടക്കാൻ തുടങ്ങിയിട്ടോ. പിന്നെ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ എന്താ പറയുക, ഉണങ്ങി നിൽക്കുന്ന നമ്മുടെ തെങ്ങയിലൊക്കെ ഓലയൊക്കെ ഇല്ലേ, അതൊക്കെ വീടിടുന്ന പേടിയുണ്ട്. അതുകൊണ്ട് ഒത്തിരി നേരമൊന്നും അവൾ നിർത്തിയില്ല കേട്ടോ. പിന്നെ നമ്മുടെ പോപ്പി കിടക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു ജലദോഷമുണ്ട് കേട്ടോ. അതിൻ്റെയാണ് ഒരു സൗണ്ടിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ വോയിസ് റെക്കോർഡ് കൊടുക്കുമ്പോഴും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഏട്ടൻ പാല് മേടിക്കാനായിട്ട് പോയി. പൊന്നൂസ് നോക്കി നിൽക്കുക കേട്ടോ അവിടെ. വൈകുന്നേരമൊക്കെ എന്താ പറയുക, നല്ല രസമാണ് കാറ്റത്തൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈകുന്നേരമൊക്കെ ഇങ്ങനെ കാറ്റൊക്കെയാണ് നടക്കാനൊക്കെ ഇറങ്ങാനൊക്കെ. അപ്പോൾ നമ്മുടെ വഴുതനങ്ങയൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 2-3 പ്രാവശ്യം കറി വെച്ചു കേട്ടോ. അപ്പോൾ പൊന്നൂസ് ഏട്ടൻ പോയ പുറകെ പോകാൻ ഓടിയതാട്ടോ. അപ്പം ഞാനവിടെ ബബുവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തി കേട്ടോ. പിന്നെ നമ്മുടെ തുളസിയും ഒക്കെ ഒത്തിരി ഉണ്ടായി വന്നിട്ടുണ്ട്. പിന്നെ അപ്പത്തിനുള്ള തേങ്ങ ചിരണ്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ 3 ഫുള്ള് തേങ്ങയും പിന്നെ അതിൻ്റെ ഒരു പിന്നെ വേറെ ഒന്നത്തിൻ്റെ പകുതിയും കൂടെ കേട്ടോ അപ്പത്തിനായിട്ട് എടുത്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചിരണ്ടുമാണ്. അപ്പം ഞാനാണ് നമുക്ക് തേങ്ങയൊക്കെ ചിരണ്ടി കൊടുത്തട്ടോ. തേങ്ങ ചിരണ്ടുന്നത് ഭയങ്കര ഒരു എന്താ പറയുക ഇതാണ്. ഇതിനകത്ത് ഇപ്പോൾ ചിരണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, പെട്ടെന്ന് നമ്മുടെ അതിലേക്കൂടെ താഴേക്ക് വീഴും കേട്ടോ. ഇപ്പോൾ ഉടുപ്പേ കൂടെയൊക്കെ ആവും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചേർന്നപ്പോഴത്തേക്കും എടുത്ത് തൂത്തതിനകത്തോട്ട് ഇടും കേട്ടോ. പിന്നെ അരി ഇതിനകത്ത് അട്ടമാവ് കലക്കി വെക്കുന്നത്. പിന്നെ കള്ളപ്പത്തിന് കള്ളാണല്ലോ മെയിൻ. അപ്പോൾ അമ്മ തേങ്ങയും വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ജീരകം, തേങ്ങയും കൂടെ ഒതുക്കി ചേർക്കും കേട്ടോ. ഒതുക്കി എന്ന് പറഞ്ഞാൽ ഇച്ചിരി അരയണം കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് അരഞ്ഞു പോവുകയും ചെയ്യരുത്. ആ ഒരു രീതിയിൽ അരച്ചെടുക്കണം. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ കലക്കി വെക്കും, രാവിലെ ഉണ്ടാക്കും കേട്ടോ. പിന്നെ ഹസ്ബൻഡ് ചേട്ടനൊക്കെ കയറുമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പടക്കം മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് പടക്കം പൊട്ടിക്കാൻ ഭയങ്കര ധൃതി ആയിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവനിങ്ങനെ ഓരോ സാധനങ്ങൾ ഒക്കെ അത് ഇതാന്നൊക്കെ പറയുകയാണ്. ക്രിസ്മസിനൊക്കെ പടക്കമൊക്കെ എന്താ പറയുക മെയിൻ സാധനങ്ങളാണല്ലോ. പിന്നെ പടക്കത്തിനൊക്കെ ഭയങ്കര വിലയാണ്. തൊടുപുഴയൊക്കെ അത് കുറച്ച് വില കുറവുണ്ട്. അങ്ങനെ അവിടെയൊക്കെ ഇച്ചിരി വിലയാണ്. പിന്നെ പൊന്നൂസിന് ഭയങ്കര പേടിയായിട്ടോ പടക്കം പൊട്ടിക്കുന്നത്. അപ്പോൾ അവൾ 2-3 പ്രാവശ്യം പൊട്ടിച്ചപ്പോൾ കരയൊക്കെ ചെയ്തു, ഭയങ്കരമായിട്ട് കരഞ്ഞു. പിന്നെ അങ്ങനെ പൂത്തിരിയൊക്കെ കത്തിച്ച് നിന്നപ്പോഴൊന്നും നമുക്ക് വലിയൊരു ഇതില്ലായിരുന്നു കേട്ടോ. എന്നാന്നറിയില്ല, ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും കേട്ടോ. പിന്നെ കൊച്ചല്ലേ, അപ്പം പേടിയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരെന്നാന്ന് മറന്നു കേട്ടോ. ഇത് ചക്രമാട്ടോ ഇപ്പോൾ കത്തിക്കുന്നത്. പിന്നെ ഏതൊരു കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ പേര് മറന്നുപോയി. പിന്നെ കമ്പിത്തിരിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ചക്രം. ഇതാട്ടോ ഞങ്ങളുടെ സ്റ്റാറ് ആട്ടുംകൂടിൻ്റെ അവിടെ ഇട്ടാ തൂക്കിയേക്കുന്നത്.
പിന്നെ ഇതാ ചേട്ടനെ കുറച്ച് അവളൊക്കെ വീഡിയോ എടുത്തിട്ട് ഹായൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കേക്ക് മുറിച്ചു കേട്ടോ. മാർബിൾ കേക്കായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ മാർബിൾ കേക്ക്. അതും ചായയും നല്ല കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ എന്താ പറയുക, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പ്ലം കേക്കിനേക്കാളും എനിക്കിഷ്ടം മാർബിൾ കേക്കാട്ടോ. പിന്നെ നമ്മൾ ഈ ക്രിസ്മസിന് ആ സമയത്താണ് ഇത് കൂടുതൽ മേടിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കി കൂടെ പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ ചെറുക്കൻ ഭയങ്കര ഹാപ്പിയാണ്. പൊന്നൂസ് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം ഭാഗത്ത് കയറിയിരുന്നു. പിന്നെ എന്താ പറയുക, അതൊക്കെ കഴിഞ്ഞപ്പം പിന്നെ അരി പൊടിപ്പിച്ചൊന്ന് കുറച്ച് പൊടി വറുക്കാനുണ്ടെന്ന് അതൊക്കെ വറുത്ത് വെച്ചു. പിന്നെ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.